കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ രാപ്പകൽ സമരം ഇവിടെ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ന് നമ്മൾ കണ്ട വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് അവർ 2 തവണ പലപ്പോഴായി ബി സിയോടും അതോടൊപ്പം തന്നെ സർവകലാശാല അധികൃതരോടും ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഈ സർവകലാശാല കലോത്സവം നടത്തുന്നതിന് വേണ്ടി അവർക്ക് ചുമതല നൽകണം. ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 1 തവണ കലോത്സവം മുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കലോത്സവം നടത്തണം, അതിനുള്ള ഫണ്ടുകൾ അനുവദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അത് അംഗീകരിക്കാൻ ബി സിയും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയും തയ്യാറായില്ല. അതാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരുന്നത്. ഇന്ന് രാപ്പകൽ സമരമായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ എസ് എഫ് ഐ നടത്തി വന്നിരുന്നത്. അതിന് ഒടുവിലാണ് ഇന്ന് നമ്മൾ കണ്ട വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഏതായാലും വലിയ തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളെല്ലാം പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി സി നിയമനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ സസ്പെൻഷനുമായൊക്കെയായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പലപ്പോഴും മോഹൻ കുന്നുമൽ ബി സിയെ തടയുന്ന തരത്തിലുള്ള ഒരു നിലപാട് എസ് എഫ് ഐ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം രാജ്ഭവനും അതോടൊപ്പം സർക്കാരും ഒക്കെ ഇടപെട്ട്, അല്ലെങ്കിൽ സി പി നേതൃത്വമൊക്കെ ഇടപെട്ട ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിരുന്നു. പക്ഷേ ഈ എസ് എഫ് ഐ കുറെ നാളുകളായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ 2 കാര്യങ്ങൾ, കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. യാതൊരു ശ്രമവും ബി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആവർത്തിച്ച് എസ് എഫ് ഐ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം ബി സിക്കെതിരെ ഉയർത്തിയിരുന്നു. പലപ്പോഴും കാര്യങ്ങൾ പല തവണ എസ് എഫ് ഐ നേതൃത്വം അറിയിച്ചിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ അറിയിച്ചിരുന്നു. എങ്കിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നിലപാട് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതാണ് വീണ്ടും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. അതിൻ്റെ 2 വശവും പരിശോധിച്ചു കഴിഞ്ഞാൽ കേരള സർവകലാശാലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കലോത്സവം നടന്നിരുന്നില്ല. അത് പ്രതിഷേധങ്ങളെ തുടർന്നും അതോടൊപ്പം തന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അതിനുശേഷമാണ് ഇപ്പോഴുള്ള ഭരണസമിതി അധികാരമേൽക്കുന്നത്. അങ്ങനെ അവർ വന്നതിന് ശേഷം ഒരു കലോത്സവം നടത്തി, അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചു. അങ്ങനെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് കലോത്സവം നടത്തി. ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയാണ് അത് നടത്തിയത്. പക്ഷേ ഈ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവർ പറയുന്നത് കഴിഞ്ഞ തവണ മുടങ്ങിപ്പോയ തരത്തിലുള്ള കലോത്സവമാണ് അവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കൊല്ലത്തെ കലോത്സവം ഒന്നുകൂടി നടത്തണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ സർവകലാശാല അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം, അങ്ങനെ മുടങ്ങിപ്പോയ ഒരു കലോത്സവത്തിന്റെ ഫണ്ടല്ല അനുവദിച്ചത്, ഇക്കൊല്ലം നൽകിയത് ഇക്കൊല്ലത്തെ ഫണ്ടാണ് എന്നുള്ള കാര്യമാണ് അവർ വിശദീകരണമായി നൽകുന്നത്. അവിടെയാണ് ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുന്നത്. വിശദമായ ഒരു ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. അത് എസ് എഫ് ഐ നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇന്ന് രജിസ്ട്രാറുമായി നടന്ന കൂടിക്കാഴ്ചയിലും ആ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു കൃത്യമായ നിലപാട്, അല്ലെങ്കിൽ കൃത്യമായ അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ ആവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ 2 പേരെയും ഈ സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊരു നിർദ്ദേശം സർവകലാശാല വി സിയുടെ ഭാഗത്തു നിന്നും പോലീസിന് നൽകിയിരുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് 2 പേരെ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള 2 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിന്റെ വാഹനം തടയുകയും ബാരിക്കേഡ് ഉൾപ്പെടെ മറിച്ചിട്ടുകൊണ്ട് ആ വാഹനം കടന്നു പോകുന്നതിന് തടസ്സമുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും അങ്ങനെയാണ്. ഇപ്പോൾ ഏതായാലും പോലീസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉയരുന്നു. പ്രത്യേകിച്ചും ഇടത് സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് എസ് എഫ് ഐ പോലീസിനെതിരെ ഇത്രയധികം രൂക്ഷമായി നിൽക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമയം മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെ. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് സംഘർഷഭരിതമായ മണിക്കൂറുകളാണ് കടന്നുപോകുന്നത്.